നമസ്കാരം. ദ കോമ്പറ്റീഷൻ അറീനയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC CGL 2021 നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഈ മാസം 23-നാണ് വന്നത്. ഇനി ജനുവരി 23 ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഇപ്പോൾ നമ്മുടെ ഏജ് റിലാക്സേഷൻ, ഏജ് ലിമിറ്റ്, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ഡൗട്ടുകൾ പലരും പറയാറുണ്ട്. അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഡേറ്റുകളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ മാസം 23 സ്റ്റാർട്ട് ചെയ്തു. 23/1/2022 ജനുവരി 23-നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പക്ഷേ അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും നീട്ടി വയ്ക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാരണം വെബ്സൈറ്റ് ഹാങ് ആവാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും തോറും. ഓക്കെ, 23/1. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ Tier 1 എക്സാം പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മാസമാണ് Tier 1 എക്സാം ഉണ്ടാവുക. Tier 2, Tier 3 ടു ബി നോട്ടിഫൈഡ് ലേറ്റർ ആണ്. അപ്പോൾ ഇതിൽ ഡേറ്റ് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് തീരുമാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് 1/1/2022. ഈ ഡേറ്റിലെ ഏജാണ് നോക്കുന്നത്. അപ്പോൾ ഇതിലെ ഡിഫറെൻറ്റ് പോസ്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത്, ഒന്ന് 18 തൊട്ട് 27 ഏജ് ഗ്യാപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ, അതുപോലെ 20 തൊട്ട് 30 വയസ്സ്, 18, 30, 18, 32. അപ്പോൾ 27, 30, 32 ഒക്കെയാണ് അപ്പർ ഏജ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്ത് നിങ്ങളുടെ വയസ്സ് കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ടാവും. ഏജ് റിലാക്സേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ SC/ST കാറ്റഗറിക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ, അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ OBCക്ക് 3 വർഷം, PWD അൺറിസർവ്ഡ് 10 വർഷം, OBC PWDക്ക് 13, SC/ST PWDക്ക് 15, പിന്നെ എക്സ് സർവീസ്മെൻ ഓരോ അതനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ. ഇനി അടുത്ത വേറൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെയാണ് പലർക്കും ഡൗട്ട് ഉണ്ടാകുന്നത്. ഏത് ഡേറ്റിന് മുന്നെയാണ് നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ വേണ്ടത്, അല്ലേ? അതായത് 23/1/2022 എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റിന് മുമ്പായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഡിഗ്രിയിലെ എല്ലാ പേപ്പറിന് റിസൾട്ട് വന്നിരിക്കണം ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പായിട്ട്. അപ്പോൾ ഇതിന് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് എല്ലാ പോസ്റ്റിനും. അപ്പോൾ ഡിഗ്രിയുടെ എല്ലാ പേപ്പേഴ്സും ഈ ഡേറ്റിന് മുന്നേ വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് വർഷമാണ് പാസ് ഔട്ട് അല്ലെങ്കിൽ പാസിംഗ് ഇയർ, അതുപോലെ പെർസെൻറ്റേജ്, ഫൈനൽ നമ്മൾ ആഗ്രിഗേറ്റ് പെർസെൻറ്റേജും, പിന്നെ അല്ലെങ്കിൽ CGPA, ഇതിലേതും ഒന്ന്. അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ 23-ന് ശേഷം റിസൾട്ട് വരികയാണെങ്കിൽ എന്തായാലും ഈ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 23/1/2022 ഈ ജനുവരി 1/23 എന്ന് പറയുന്ന ഡേറ്റാണ് ക്രൂഷ്യൽ ഡേറ്റ്. ഈ ഡേറ്റിന് മുന്നേ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം. അതിൽ തന്നെ പറയുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, AA എന്ന് പറഞ്ഞാൽ 2 പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് ആണ് ഈ പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇതുപോലുള്ള ഈ ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ മാത്രം. എസെൻഷ്യൽ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അതിൽ പെർസെൻറ്റേജ് പറയുന്നില്ല. ഇത്ര പെർസെൻറ്റേജ് ഒരു കട്ട് ഓഫ് ഒന്നും പറയുന്നില്ല. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നൊരു JSO എന്ന പോസ്റ്റ് ഉണ്ട്. ഇതിലും നമുക്ക് ആവശ്യമുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ ഒറ്റ കാര്യം പറയുന്നത് 12ാം ക്ലാസ് 12th സ്റ്റാൻഡേർഡ് ലെവലിൽ മാത്തമാറ്റിക്സിൽ 60% മാർക്ക് മിനിമം വേണം. അതാണ് JSO എന്ന് പറയുന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ. ബാച്ചിലേഴ്സ് ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി, അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിഗ്രി വേണ്ട, ഏതെങ്കിലും സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 12ാം ക്ലാസ്സിൽ മാത്സിൽ മിനിമം 60% മാർക്ക്. അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ആണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് ഇൻ ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റായിട്ട് പേപ്പറായിട്ടുള്ള ഒരു ഡിഗ്രി ആയിരിക്കണം ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റായിട്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്, രണ്ടും വേണ്ട. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ നിർബന്ധമല്ല. ഓക്കെ, JSO. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. ഓക്കെ, ഇത് വേറൊരു പോസ്റ്റാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ച് ചോദിക്കും. ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഡു യു വാണ്ട് ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. അതിന് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. Okay, these candidates must have studied statistics as a subject in all the 3 years or all 6 semesters of the graduation course. ഈ പറയുന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് നിർബന്ധമാണ്, മാൻഡറ്ററി ആണ്, കമ്പൾസറി ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 3 വർഷവും അല്ലെങ്കിൽ എല്ലാ സെമസ്റ്ററും 6 സെമസ്റ്ററിലും
സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്തരം ആ ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ കുറച്ച് പുതിയ പോസ്റ്റുകൾ ഇത്തവണ വന്നിട്ടുണ്ട്. ഈ പോസ്റ്റുകൾക്കെല്ലാം ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അസിസ്റ്റന്റ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ NCLAT, ഇതൊക്കെ ഓരോ വേക്കൻസീസ് വന്നതാണ്. NHRCയിൽ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പോസ്റ്റും കൂടെ ഉണ്ട്. ഇത് രണ്ടിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്. അതിലും പെർസെൻറ്റേജിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ബാക്കി എല്ലാ പോസ്റ്റും ഓൾ അതർ പോസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്, ബാക്കി എല്ലാ പോസ്റ്റും. അപ്പോൾ ആകെ വേണ്ടത് മറ്റേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിന് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് വേണ്ടത്. ബാക്കി എല്ലാ പോസ്റ്റും ബേസിക്കലി ഡിഗ്രിയാണ് ആവശ്യമുള്ളത്. പിന്നെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് 23/1/2022 പറഞ്ഞാൽ ഈ ഒരു ഡേറ്റിന് മുന്നേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഫൈനൽ സെമസ്റ്റർ എല്ലാ സെമസ്റ്ററിൻ്റെയും പേപ്പർ ഈ പറഞ്ഞ ഡേറ്റിന് മുന്നേ വന്നിരിക്കണം. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അൺഅക്കാഡമിയിൽ എൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഡെയിലി സ്പെഷ്യൽ ക്ലാസ് ആണ്, ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ കിട്ടും. പ്രൊഫൈലിൽ കയറി അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എപ്പോഴാണെന്നുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കും. ഡെയിലി വൈകുന്നേരമാണ് സാധാരണ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ SSC ഇംഗ്ലീഷ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് നടക്കുന്നത്, ഡെയിലി ഉണ്ടാവും. അതുപോലെ തന്നെ അൺഅക്കാഡമിയുടെ യൂട്യൂബ് ചാനലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ലൈവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, ഡൗട്ട് സോൾവ് ചെയ്യാം, ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ ഇത് അൺഅക്കാഡമിയുടെ യൂട്യൂബ് ചാനലാണ്, ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഇതിലും ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും. എൻ്റെ മാത്രമല്ല ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ എല്ലാം ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾക്കൊക്കെ പുറമെ അൺഅക്കാഡമി പ്ലസ് ക്ലാസ്സസ് ഉണ്ട്. ഇതിൽ ലൈവ് ക്ലാസ്സസ് ആണ് എല്ലാം ഉണ്ടാവും. എല്ലാ ക്ലാസ്സസും ലൈവാണ്. അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും എല്ലാ ഫീച്ചേഴ്സിനും. സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും. വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു പാക്കേജ് ആയിട്ട് എടുത്താൽ മതി. ഇതിലെല്ലാ സംഭവങ്ങളുണ്ട്. പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുള്ള എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും ഇതുണ്ട്. ക്ലാസ്സസ് ഉണ്ട്, പരീക്ഷകളുണ്ട്, ലൈവ് ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, അതുപോലെ ടെസ്റ്റ് അനാലിസിസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അനാലിസിസ്. ടെസ്റ്റ് എവിടേക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്തത്, എവിടെയാണ് മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യും. പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടാവും. സ്റ്റഡി പ്ലാനർ ഉണ്ടാവും. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം ഇതൊക്കെ പ്ലാനർ ഉണ്ടാക്കാൻ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റഡി മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതിനൊക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഡിഫറെൻറ്റ് പ്ലാൻസ് അവൈലബിൾ ആണ്. 1 മന്തിന് പേ ചെയ്യേണ്ടത് 1350 ആണ്. ഇപ്പോൾ ഒരു മാസം മാത്രം എടുക്കുകയാണെങ്കിൽ, 3 മന്ത്സ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 3400 ആണ് പേ ചെയ്യേണ്ടത്. 6 മന്ത്സ് ആണെങ്കിൽ 5400, 1 ഇയർ ആണെങ്കിൽ 6500, 2 ഇയർ ആണെങ്കിൽ 7800. അപ്പോൾ ഇത് ഏത് പ്ലാൻ എടുക്കുകയാണെങ്കിലും VCN 10 എന്ന കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കും. ഇതാണ് അൺഅക്കാഡമിയുടെ SSC പ്ലസ് സബ്സ്ക്രിപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നത്. നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സസും യൂട്യൂബ് ക്ലാസ്സും